ചങ്കളെ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിക്കണുണ്ടല്ലോ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ഥലത്താണ്. പറയാ ചേട്ടാ, കണ്ണൂർ ജില്ലയിലെ എന്താ പറയാ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു വേറെ ഗ്രാമല്ല, പാർട്ടി ഗ്രാമം. അത് നമ്മളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിന്റെ സ്വന്തം നാടായ പിണറായിലാണ് ഇന്ന് നമ്മൾ നിക്കണത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ടൗണും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ വിശദമായിട്ടാണ് കാണിച്ചു തരാട്ടോ. കൂടാതാണ് നമ്മളെ ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയാ പിണറായി എന്ന് പറഞ്ഞ സ്ഥലം കാണാനൊക്കെ കേട്ടോ. നേരത്തെ ഭയങ്കര ഉറക്കായിരുന്നു. ഇപ്പതാ ഏറ്റിരിക്കുന്ന രണ്ടും നമ്മളെ മുഖ്യമന്ത്രിന്റെ നാട് കാണണ്ടടാന്ന് ചോദിച്ചപ്പം ഏറ്റി കാണാൻ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കണം രണ്ടാളും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? നേരെ വീഡിയോയിലേക്ക് പോവാ. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി നമ്മൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ സ്ഥലങ്ങളിൽ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. പിന്നെ നമ്മളെ സ്വർഗ റിയൽ എസ്റ്റേറ്റ് പറഞ്ഞ പേജ് ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മളെ കൂടെ കൂടിക്കൊള്ളിട്ടോ. ഇതുപോലെ നല്ല നല്ല കിടിലം വീഡിയോകൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് നേരെ പിണറായി ഗ്രാമപഞ്ചായത്തിലൊക്കെ പോയാലോ? നമുക്ക് പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്തില് ആ സ്ഥലം കാണാൻ നമുക്ക് പോയിട്ട് നമുക്ക് നമ്മക്കും കാണാൻ ഓൽക്കും കാട്ടി കൊടുക്കാം. പോയോക്കാം നമുക്ക്. ഇപ്പൊ നമ്മള് ടൗണും സംഭവങ്ങളൊക്കെ കാണാൻ സ്ഥലം അങ്ങോട്ട് മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകാണ് കേട്ടോ. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് നമ്മള് തുടങ്ങുമ്പോ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയാണ് നിങ്ങള് കണ്ടോ, അവിടെ സ്മാരക മന്ദിരം കണ്ടോ, സഖാവ് TV അച്യുതൻ നായർ, PK മാധവൻ. അപ്പൊ അവരെ സ്മാരക മന്ദിരാണ് ആ കാണുന്നത് കേട്ടോ. തലശ്ശേരിക്ക് പോണ ബസ്സാണ്. അപ്പൊ അങ്ങോട്ട് തലശ്ശേരി കേട്ടോ. ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മമ്പറത്തിന് പോണതാണ്. അപ്പൊ വരി നമുക്ക് പോയേക്കാം. ഇനി ഓരോന്നായിട്ട് കൈമ പിടിച്ചോടാ, വണ്ടി വരുന്നുണ്ട്. ആന്ന് താമസമില്ലാത്തൊരു വീടല്ലേ, കൊടുക്കാനുള്ളതാണാവോ. നല്ല സ്ഥലം കേട്ടോ, നല്ല വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ടൗണും കാര്യങ്ങളൊക്കെയാണ്. കൈമ പിടിച്ചോളി. സ്കൂൾ ബസ്സാണ്ട് ഇഷ്ടം പോലെ. 4 മണിയല്ലേ സ്കൂള് വിട്ട് തുടങ്ങി. കടകളൊക്കെ ഉണ്ടല്ലോ, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിണറായി യുവജന സ്പോർട്സ് ക്ലബ്ബ് സംഭവങ്ങൾ, സ്പോർട്സ് ക്ലബ് ഒക്കെ ഉണ്ടല്ലേ. പിന്നെ എല്ലാ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. കോട്ടയൊക്കെ ട്രിപ്പ് തുടങ്ങാനായില്ലേ, 4 മണി സ്കൂള് വിട്ട ടൈം ആയില്ലേ. അപ്പൊ ഇനി എന്താ പറയാ, ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആവട്ടോ റോഡിലൊക്കെ. പിണറായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയ ഓഫീസ്. അതെ. അപ്പൊ നമ്മള് അവിടെയാണ് ഇപ്പൊ നിക്കണത് കേട്ടോ. കണ്ടിട്ട് നിങ്ങള് ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു എനർജി കേട്ടോ. ബസ്സാണ്ട് വരുന്നുണ്ടോ, ബസ് ഇഷ്ടം പോലെ. തലശ്ശേരി കണ്ട് ഇഷ്ടം പോലെ ബസ്സുകൾ വരുന്നുണ്ട്. അത് മമ്പറത്തിന് പോണ ബസ്സാണ്, തലശ്ശേരിന്ന് വരിക. വണ്ടിയാണ്ട് ഇഷ്ടം പോലെ. എത്രങ്ങാൻ ബസ്സല്ലേ, കൂത്തുപറമ്പ് പിണറായി. ബസ്സിലൊന്നും വലിയ തിരക്കില്ലല്ലോ. പിണറായി കായലോട്. ഞാൻ വിചാരിച്ച കഴിഞ്ഞ ടൗൺ ആണ്. ഓട്ടോ വിളിച്ചൊന്ന് കറങ്ങണം നമുക്ക്. അല്ലേ നമുക്ക് നടക്കട്ടെ. ഓട്ടോറിക്ഷയിലാകുമ്പോ നമുക്ക് അവര് നടക്കണ ഫീല് കിട്ടൂല. എല്ലാവർക്കും കുറെ സ്ഥലങ്ങൾ കാണിച്ചു തരാൻ അറിയല്ലോ. നമുക്ക് ഇങ്ങനെ നടന്നിങ്ങനെ വർത്താനം കുറഞ്ഞ് നടന്ന് ഇങ്ങനെ പോയി കാണാൻ. ബസ്സിലാണ് കേറി പോണോന്ന്. ബസ്സിൽ പോയാ നമ്മള് മമ്പറത്തെത്തും. ഇതെങ്ങട്ടാ? എങ്ങട്ടാണാവോ? ബസ്സിന് വരണോ? തിരക്ക് പിടിച്ച ടൗൺ ആണല്ലേ. തിരക്കുണ്ടല്ലോ അത്യാവശ്യം. തിരക്കുണ്ട്. നമുക്ക് അങ്ങനെ നേരെ പോയി നോക്കാം. നമ്മൾ ഈ ടൗണിൽ കൂടെ ഇതിന്റെ ഉള്ളിൽ കുറച്ച് പുറത്ത് അപ്പുറത്തോടെ ഒക്കെ ആയിരിക്കും ഇതിന്റെ സ്കൂളും സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്കൂൾ അവിടെ എവിടെയല്ലോ ആവും. അപ്പൊ ആ ബസ് അവിടെ നിന്നാണ് തിരിയണാണ്ട്. അപ്പൊ അവിടെ ആ ഭാഗത്തായിരിക്കും. ഇവരൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് നടക്കണേ. കൂളിംഗ് ഗ്ലാസ് ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് നടക്കാണ്. അപ്പൊ ഞങ്ങളിപ്പോ നടക്കുന്നതാണ് പിണറായി കൂടെ കേട്ടോ നടക്കണേ. പേടിയുണ്ട് എനിക്ക്. പേടി എന്തിന്? ഇത് നമ്മളെ മനുഷ്യന്മാരെന്നെയല്ല ഇപ്പൊ ഈ കണ്ണൂരും കാസർഗോഡ് എല്ലായിടത്തും ഉള്ളത് അല്ലേ. പിന്നെ കൊറേ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയാം. പക്ഷെ നമ്മക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്താ പറയാ, എല്ലാരും നമ്മളെ മാറ്റി. ആന്ന് പള്ളി, വലിയ പള്ളി അല്ലേ, മസ്ജിദ്. ഓ ഐസ്ക്രീമിന്റെ ഒക്കെ ഫോട്ടോ കണ്ടപ്പോ തന്നെ കുഞ്ഞാവപ്പത്തേനെ അവിടെ ഒരു കടയിലേ ബാർബി ഹെയർ കണ്ടു. ഇതേ പിണറായി സഹകരണ ക്യാൻറ്റീൻ. ക്യാൻറ്റീനൊക്കെ ഉണ്ട് അവിടെ. വെറുതെ അതെന്ത് സംഭവിച്ചിട്ടേ ചോദിച്ചത്. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നടക്കാണ്ടട്ടെ ആ ഏട്ടന്മാര് എന്താന്ന് ചോദിക്കാം. അവരെ വിളിച്ചാലേ പറഞ്ഞുതരും ചെലപ്പോ.
സംഭവം പറഞ്ഞതൊക്കെ ചെയ്യും, പക്ഷെ നമുക്ക് ഈ നടന്നു പോയി ഇങ്ങനെ കാണുന്ന ആ ഒരു ഇത് കിട്ടൂലായിരിക്കും അല്ലേ? ഇതിലേക്ക് നമ്മള് വന്നത് പാട്ടി എന്ന് പറഞ്ഞ സ്ഥലല്ലേ? പാട്യം. സ്കൂൾ പിള്ളേരൊക്കെ ബസ് കയറാൻ നിക്കണുണ്ടോ? എവിടെയാണ് കമ്മിറ്റി ഓഫീസ്, പാർട്ടി ഓഫീസ് ഇവിടെ അല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റലുണ്ടാവുമല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റലുണ്ടാവൂലായിരിക്കൂലേന്ന്. വലിയ പാർട്ടി ഓഫീസ്. പാർട്ടി ഓഫീസിൽ അങ്ങനെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? പോകാതിരിക്കൂലേ? ജസ്റ്റ് പോയി കാണുകയൊക്കെ ചെയ്യാല്ലേ? പോയൊക്കെ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് അവിടെ ബസ് നിർത്തിയതിന്റെ അപ്പുറം. ചങ്കാളെ ഭയങ്കര രസം കേട്ടോ. അങ്ങനെ ഇതില്ല ഞാൻ നടക്കാന് നല്ല രസമുള്ള ടൗൺ കേട്ടോക്കെ. അവിടെയാണ് പാർട്ടി ഓഫീസ്. വണ്ടികൾ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് റോഡിന്റെ ആ ഭാഗത്തേക്ക് അധികം പോകാനാവില്ല. കാറൊക്കെ കാണുന്നുള്ളൂ. അതൊക്കെ പഴയ പണ്ടത്തെ ഓടിട്ട് മേഞ്ഞ കെട്ടിടം കണ്ടോ അല്ലേ? ആ കൊറേ പണ്ടേ തന്നെ ആയിരിക്കൂലേ അല്ലേ? ഇതൊക്കെ ഇപ്പൊ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നല്ലേ, പുതുതായിട്ട് വരുന്ന ബിൽഡിങ്ങുകളൊക്കെ അല്ലേ ഇതൊക്കെ? അതൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങോട്ടൊക്കെ അതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളത് തന്നെ ആയിരിക്കും ആ ബിൽഡിങ്ങുകളൊക്കെ. പഴയകാല പിണറായി ടൗണിന്റെ ഒരു നൊസ്റ്റാൾജി ആയിരിക്കും ചിലപ്പോ അതൊക്കെ. മന്ദിരം, ശ്രീനാരായണ ഗുരുദേവ മന്ദിരം, SNDPന്റെ ഇതൊക്കെയാണ് ഇവിടുത്തെ നൊസ്റ്റാൾജിയ തോന്നുന്നത്. ഈ സംഭവങ്ങളൊക്കെ, ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോ അല്ലേ? ഓൾ കേരള അതില്ലേ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആണ് പിണറായി ഏരിയ കമ്മിറ്റി ഓഫീസ്. ഇവിടെ മാവേലി സ്റ്റോറ്. അങ്ങനെയല്ലേ ഞങ്ങളിങ്ങനെ വ്ളോഗ് ചെയ്യണേ. അവര് ചോദിക്കാതെ എന്തിന്റെയാണ്? പിണറായി ബാങ്ക്, നീതി സൂപ്പർ മാർക്കറ്റ്. അങ്ങോട്ടേ തിരിച്ചാണ്ട് പോവാൻ പറ്റുമോ? എന്തറിയില്ല, ചിലവരിങ്ങനെ നോക്കണുണ്ട് എന്തോ സംഭവിച്ചിട്ട്. അവിടെ സ്കൂൾ ബസ് വരുന്നുണ്ടല്ലോ, RC അമല BUP സ്കൂൾ. എവിടുന്ന് കളർ മുടി കണ്ടത്? അങ്ങോട്ടിഞ്ഞുണ്ടോ? അങ്ങോട്ടിഞ്ഞുണ്ടോ തോന്നണേ. പിന്നാണ്ട് അവിടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ടില്. സ്കൂളാണല്ലേ? സ്കൂളാണ്. ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പഴയ സ്കൂളാട്ടോ. പഴയ സ്കൂള്, പണ്ടത്തെ സ്കൂള്. റേഷൻ കട ഉണ്ടോ? റേഷൻ കട. ഇവൻ കൈ പിടിക്കാൻ നടക്കണ നോക്കിയ പാട്ടും പാടി. ഇവൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പിണറായി കൂടെ കൈ പിടിച്ചെടുക്കുന്നത്. സ്കൂൾ കണ്ടോ? നമ്മള് കൊറേ അങ്ങോട്ട് നടന്നെത്തിട്ടോ, അങ്ങനെ വന്നതാണ്. അത്യാവശ്യം ഉണ്ടല്ലോ ടൗൺ ഇഞ്ഞും അങ്ങോട്ട് കൊറേ അങ്ങോട്ട് ഇഞ്ഞും ഉണ്ട്. അപ്പൊ നമുക്ക് ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടി ഇഞ്ഞും പോയി നോക്കാം. കൊറേ അങ്ങനെ പോയി നോക്കാല്ലേ? അപ്പൊ നമ്മള് നടന്നിങ്ങനെ പോവാണ് കേട്ടോ. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നിഞ്ഞും പോകുക തന്നെയാണ്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. പഴയ നമുക്ക് അപ്പുറത്തെ വഴിക്ക് പോയാലോ ഇനി? അതെ, അവിടെ ചേട്ടന്മാര് ഇരിക്കണോ? ചായ കുടിക്കുക? ഇല്ലേ? നിങ്ങളെ വീട് ഇവിടെ അടുത്താ? ഞങ്ങളെ വീട് മലപ്പുറമാണ്. താമസം ഇവിടെ കാസർഗോഡ് കാഞ്ഞങ്ങാട്. ഇപ്പൊ നിക്കണ ഇവിടെ കാഞ്ഞങ്ങാട് കാസർഗോഡ്. സ്വർഗ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ
നാട് കാണാന് നിങ്ങളെ നാടൊന്ന് കാണാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയാല് ഹബ്ബുണ്ട്, എഡ്യൂക്കേഷൻ ഹബ്ബ്, എഡ്യൂക്കേഷൻ കൺവെൻഷൻ സെന്റർ, ഈ വലത്തുഭാഗത്ത എല്ലാം എടുത്തിട്ട് പോകും. എല്ലാം അതിന്റെ അപ്പുറത്ത് നമ്മളിങ്ങനെ കച്ചവടത്തിന്റെ വീഡിയോകളാണ് കൂടുതൽ ചെയ്യുക. സ്ഥലക്കച്ചവടല്ലേ? കാഞ്ഞങ്ങാട് മാവുങ്കല് കഴിഞ്ഞിട്ട് കുറച്ചുള്ളിൽ പോണം. അമ്പലത്തറ, പാറപ്പള്ളി, അമ്പലത്തറ. അറിയോ? അങ്ങനെ അറിയില്ല. വലത്തോട്ട് കോട്ടപ്പാറ കഴിഞ്ഞിട്ട് പോട്ടെ. കുറച്ചിപ്പുറത്ത് പോയിട്ടാ? ഇല്ല ഞങ്ങൾ പോട്ടെ. ഓക്കെ കൂളിംഗ് ഗ്ലാസ് ഊരിക്കളാ അതിട്ടോട്ടെ. അപ്പൊ നമ്മള് ആൾക്കാര് പറയും കണ്ണൂർ കൂടെ നടക്കാൻ പാടില്ല, കണ്ണൂർ കൂടെ നടക്കാൻ പാടില്ല, ഓരങ്ങനെ ഇങ്ങനെ. ഭയങ്കര തിരക്കാട്ടോ. ഇങ്ങോട്ട് ഇറക്കിയോട്ടെ, ആ വരേന്റെ അങ്ങോട്ട് പോലെ വണ്ടി വരുന്നുണ്ട്. ടൗണ് ഏകദേശം ഇവിടെ അവസാനിക്കാനായി തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ മറ്റേ കൺവെൻഷൻ സെന്ററും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വീടുകളുണ്ട്. എന്തേടാ ഇതേപോലെ നടക്കണോ? പിണറായി കൂടെ എങ്ങനെ നടക്കലങ്ങള് കറങ്ങി തലശ്ശേരിയിലോട്ട് വേറെ 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. അവിടെ പിണറായി കൺവെൻഷൻ സെന്റർ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അതാണ് അവര് പറഞ്ഞത്. അവിടെ ബോർഡ് കണ്ടോ? അവിടെ പോയി പിണറായി കൺവെൻഷൻ സെന്റർ ഇതല്ലേ ആ കാണണേ? അത് ഇതാ നീതി മെഡിക്കൽ സ്റ്റോർ, മെഡിക്കൽ ലാബ്. വണ്ടി വരുന്ന പോയിക്കോ. പോലീസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിലങ്ങോട്ട് പോയിട്ടാണ് പോലീസ് സ്റ്റേഷൻ. അതാണ് കൺവെൻഷൻ സെന്റർ അല്ലേ? ആ വൈറ്റ് ബിൽഡിംഗ് ആണ്. എന്താ പാട്ട് പറഞ്ഞേ? എന്താ പാട്ട് പറഞ്ഞേ? ഓല് പാട്ട് പാടി ഇങ്ങനെ നടക്കണോക്ക്. അതിന്റെ ഉള്ളിൽ പോകാൻ പറ്റും? റോട്ടിലോട്ട് കയറല്ലേ? ഓ അത് വലിയ ബിൽഡിംഗ് ആണല്ലോ. പോകാൻ പറ്റും നമുക്ക്? അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല. ജസ്റ്റ് ഒന്ന് കേറിയാലോ? പോവുക. കളിക്കല്ലേ? വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കണ്. ഇഷ്ടംപോലെ വണ്ടി ഉണ്ട് കേട്ടോ പോലെ. അപ്പൊ ഗായ്സ് നമ്മള് പിണറായി കൺവെൻഷൻ സെന്റർ ആണ് ഈ കാണുന്നത് കേട്ടോ. വലിയ ബിൽഡിംഗ് ആണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോന്ന് അറിയില്ല. ഏതായാലും നമ്മള് പുറത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാണ് കേട്ടോ. പുറത്തുനിന്നല്ലേ ഉള്ളിൽ പോകും. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലോട്ടൊന്ന് പ്രവേശിച്ചാലോ? കുറച്ചുകൊണ്ട് പോയോക്കല്ലേ? പോയോക്ക. കൺവെൻഷൻ സെന്റർ എന്താ നോക്കാം നമുക്ക്. ചോദിച്ചാലോ? എന്ത് കേറിക്കൂടെന്ന് ചോദിച്ചോക്ക്. അതിന് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോയി കാണാൻ പറ്റുമോ? ഉള്ളിൽ കയറാൻ പറ്റും. അപ്പൊ അങ്ങോട്ട് പോയി കാണുകയൊക്കെ ചെയ്യാട്ടോ. ക്ലോസ് ചെയ്ത് വരികയാണ്. സെറ്റപ്പാണ്. വണ്ടി എല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് തോന്നുന്നതൊക്കെ. ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ്. അതൊക്കെ എടാ മോനെ, അപ്പൊ നമ്മള് എവിടെ എത്തി? കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമ്മള്. കണ്ടോ? പിന്നെ ഇത് കണ്ടോ? ശ്രീ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മണ്ഡലം ഓഫീസ്. ഇവലിങ്ങനെ അതിൽ ഓടിക്കളിക്കാണ്. ഇവർക്ക് അവിടെ വന്ന് കണ്ടിട്ടേ ഭയങ്കര ഇഷ്ടായിട്ടോ. അതിലൊന്ന് നടന്നു നോക്കാം നമുക്ക്.
ഓർക്ക് കളിക്കുന്ന പരിപാടി കേട്ടോ. മന്ത്രി വരുമ്പോ ഇങ്ങനെ വണ്ടി ഇങ്ങനെ നേരെ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഇങ്ങനെ ഇറങ്ങലേക്കൂലേ? അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഉള്ളിൽ കയറാൻ അവര് പറഞ്ഞു പൂട്ടി പോയിന്ന. ഉള്ളിൽ കയറാൻ പറ്റുമോ അറിയില്ല. ഇനി ചോദിച്ചോക്കേണ്ടി വരും. ചോദിച്ചോക്കണോ? ആരോട് ചോദിച്ചു? അവിടെ ആളുണ്ട്. ആളുണ്ട്. അത് അടച്ചില്ലേ? അടച്ചോ? അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ ചോദിച്ചോക്കാം. ബാ ഏട്ടാ, അതിന്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റുമോ? ക്ലോസ് ആയോ? ക്ലോസ് ആക്കി. അടച്ചോ? ഞങ്ങള് മലപ്പുറം കാണിച്ചു തരോ? എടാ കിച്ചു ബാ. ചെരുപ്പൂരി വാ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് കാണാം. വാ, ചെരുപ്പ് അയച്ചു നോക്കി രണ്ടാളും. വാ. അല്ല അവിടെ അവര് കീ എടുക്കാൻ പോയതാ തോന്നുന്നുണ്ട്. നമുക്ക് പോയിട്ട് അവര് കാണിച്ചു തരാറുണ്ട് കേട്ടോ. അവര് ക്ലോസ് ആക്കിയിട്ട് പോവാൻ നിൽക്കുന്നുട്ടോ. അപ്പൊ നമ്മള് ദൂരം നിന്ന് വന്നതല്ലേ കാണാനായിട്ട്. അപ്പൊ നമ്മക്കും വേണ്ടി തുറന്ന് കാണിച്ചു തരാൻ കേട്ടോ. ആയിട്ടാ നല്ല കൂളല്ലേ, ഫുള്ള് തണുപ്പ്. അങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ. കിച്ചു മെല്ലെ പോണം, വീഴണ്ട. ഓ വലിയ ഹാളില്ലേ. പ്രസ് മീറ്റിംഗ് ഒക്കെ ഇവിടുന്ന് നടക്കുക ആണോ? ഓ വലിയ ഹാള്. പുറത്തുനിന്ന് ഒരു സൗണ്ടും ഇല്ലല്ലേ. പ്രസ് മീറ്റിംഗ് ഒക്കെ ഇവിടുന്ന് നടക്കുക. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. പറ്റും, അതൊന്നും പോണ്ട. എന്തിനു വീഴും? ഇവിടെ മന്ത്രി ഇരിക്കണൊക്കെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോ പ്രസംഗിക്കൂലേ സ്റ്റേജിൽ നിന്നിട്ട്. അത് ലൈറ്റിന്റെ. നല്ല രസമുണ്ടല്ലേ. ഉദയനിധി സ്റ്റാലിൻ അങ്ങനെയുള്ള ആളുകളെല്ലാം വന്ന് എല്ലാ വർഷവും ഒരാളുണ്ടാവും. 2017 തുടങ്ങിയതാ. കല്യാണ പരിപാടി അങ്ങനെയൊക്കെ നടക്കൂലേ? ഇത് എത്ര സീറ്റിംഗ് കപ്പാസിറ്റി? 840 ആൾക്ക്. കേരളത്തിൽ ആദ്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ ഇത്രയും വലിയ ഓഡിറ്റോറിയം ഉണ്ടാവും. പഞ്ചായത്തിലെ പിണറായി പഞ്ചായത്തിന്റെ കീഴിൽ. പിണറായി പഞ്ചായത്താണ് മൊത്തം പൈസ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം സ്റ്റാഫ് ഇതാക്കുന്നതെല്ലാം പിണറായി പഞ്ചായത്താണ്. ഷിഫ്റ്റാണ്. രാവിലെ തൊട്ട് ഉച്ച വരെ കല്യാണത്തിന്, വൈകുന്നേരം ഒരു 5 മണി മുതൽ 9 മണി വരെ റിസപ്ഷന്. അങ്ങനെ 2 ഷിഫ്റ്റാണ് ഒരു ദിവസം വരിക. തലശ്ശേരി മറ്റു ഓഡിറ്റോറിയങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ഏകദേശം ചുരുങ്ങിയത് ഈ ഒരു സെറ്റപ്പിൽ, അതായത് ഇത് പുഷ് ബാക്ക് സീറ്റ് ആണ്, പിന്നെ AC ഹോളാണ്, ഈ LED ബോർഡും കാര്യങ്ങൾ പ്രൊവൈഡ് ഉണ്ട്, സൗണ്ട് എല്ലാം കൂടിയിട്ട് ഈ എമൗണ്ട് വരുന്നത് 99-100 രൂപയാണ്. മറ്റു സ്ഥലങ്ങളിൽ ഏകദേശം 1.5-2 ലക്ഷം റുപ്യൻ്റെ അടുത്ത് വരും ഈ ഒരു സെറ്റപ്പിന്. പിന്നെ കാർ പാർക്കിംഗ് ഉണ്ട്. 100-150 കാർ പുറത്തേക്കൊന്നും പോകണ്ടല്ലോ, ഇവിടെ തന്നെ പാർക്കിംഗ് ചെയ്യാം. സിഎമ്മിന്റെ ഓഫീസും കൂടി ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടെയാണ് മീറ്റിംഗ് കാര്യങ്ങളെല്ലാം നടക്കുക. ഇതൊക്കെ LED ബോർഡുകൾ, ഇത് ഫുള്ള് LED ബോർഡ്. ഇതാ ഈ പുറത്തില്ല, ഈ സൈഡില് 2 സൈഡിലും ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ അങ്ങ് ലാസ്റ്റ് ഇരിക്കുന്നവർക്കൊക്കെ ശരിക്കും കാണാനും പറ്റൂലേ? ഒരു അറേഞ്ച്മെന്റ് അങ്ങനത്തെയാണ്. മുമ്പിൽ ഇരിക്കുന്ന ആളെ മറിഞ്ഞു പോകാണ്ട് തോന്നിട്ടുള്ള ഹൈറ്റിൽ ഇങ്ങനെ ആയിട്ട്. എത്ര വർഷമായി പറഞ്ഞു? 2020 നവംബർ 3-നാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. 5 വർഷം ആകാൻ വേണ്ടി പോകും. 5 വർഷം അല്ലേ?
അവിടെ വരെ വാഹനം വരും ബാക്കിൽ. അതുകൊണ്ട് ഇവിടെ ലിഫ്റ്റ് ഇല്ല. അങ്ങോട്ട് അവിടം വരെ വണ്ടി വരുമോ? അവിടെ നിന്ന് ഇങ്ങനെ പോവായിരിക്കും റാമ്പ് ഇല്ല, അവിടെ നിന്ന് വളക്കണം. വണ്ടി അടം വരെ കയറും. 2 വണ്ടി ഒരുമിച്ച് ഒരു പാത്തുണ്ടല്ലേ. പോന്നാ നമ്മളെ പിണറായി കൺവെൻഷൻ സെന്ററിന്റെ കാഴ്ചകളാണ് കേട്ടോ അത്. CM വരുമ്പോ വീഡിയോ കോൺഫറൻസ് നടക്കുന്നത് അല്ലേ ഇവിടെ. CM വരുന്നല്ലേ. CM ഇവിടെയാണ് വരിക. മണ്ഡല ഓഫീസാണത്. മണ്ഡല ഓഫീസാണ്. ഉള്ളിലൊക്കെ ഞങ്ങൾ കേറി കണ്ട്. ഉള്ളിൽ മൊത്തത്തിൽ ഞങ്ങൾ കേറി കണ്ടു കേട്ടോ. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണൊക്കെ കണ്ടു സ്ഥലങ്ങൾ. പിന്നെ അവിടെയാണ് കോൺഫറൻസ് മീറ്റിംഗ് നടക്കുന്നത്. സംഭവങ്ങളെല്ലാം സെറ്റപ്പ് ഉണ്ടല്ലോ. ഇതൊരു പഞ്ചായത്ത്, പിണറായി പഞ്ചായത്തിന്റെ കീഴിൽപ്പെട്ട ഇതാണ്. അപ്പൊ നമുക്ക് അതിലൊക്കെ ഒന്ന് പോയി നോക്കാം അല്ലേ. നമുക്ക് പുറത്ത് അതിലൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. ഒരു 300 മീറ്ററും കൂടി പോയി കഴിഞ്ഞാലേ CMന്റെ വീട് കാണാന്നാണ്. ആണോ? പോയി നോക്കാം നമുക്ക്. എന്നാ പോയോക്കല്ലേ. കമോണ്ടാ. അപ്പൊ നമുക്ക് നടന്നെ പോകല്ലേ. നടക്കമുക്ക് അല്ല എന്താണല്ലേ. കൺവെൻഷൻ സെന്റർ കണ്ടില്ലേ. വാടാ നേരെ വിട്ടോ. നമുക്കിനി അങ്ങനെ പോയി നോക്കാം. അപ്പൊ ഞങ്ങള് പറഞ്ഞ് ഇനി പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. നടന്നിങ്ങനെ പോവാണ് കേട്ടോ. എന്താ ഇവിടെ വണ്ടി ഇങ്ങനെ ഇട്ടത്? ലോഡും വണ്ടിയാണ് അല്ലേ. ലോഡ് ഇറക്കി പോവാന്നാണ്. ഓട്ടോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ. ഓട്ടോയൊക്കെ അങ്ങോട്ട് പിന്നെ ഓട്ടോ വിളിച്ച് പോകേണ്ടി വരുമോ? ഓട്ടോ വിളിച്ച് പോകുമ്പോ ചിലപ്പോ നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോള്ള വൈബ് ചിലപ്പോ കിട്ടലുണ്ടാവില്ല. നടന്നു പോകുമ്പോള്ള വൈബേ അത് കിട്ടൂല. ഇതിലെ വഴിയുണ്ട്. അതാണ് സംഭവം. BD വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. BD വർക്കിന്റെ അല്ലേ. പിണറായി BD വർക്ക്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അക്വേറിയം. അപ്പൊ നമ്മളിപ്പോ വണ്ടി വെച്ചിട്ട് നമ്മള് ഏകദേശം 1.5 കിലോമീറ്റർ ഇപ്പൊ നടന്നോ? 1 കിലോമീറ്റർ ആയില്ലേ ഏകദേശം. ഇതാണ് പറഞ്ഞത്. എന്തൊക്കെയോ സെറ്റപ്പ് ഇത് വരുന്നുണ്ട്. പുതിയ ബിൽഡിങ്ങിന്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. IHRD കോളേജ് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ പറഞ്ഞില്ലേ. ഹോസ്പിറ്റലൊക്കെ ഉണ്ടോ? അതിന്റെ വർക്ക് എടുക്കുന്നുണ്ടേക്ക് ഇവിടൊക്കെ എന്തൊക്കെയോ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ. അതെ നമുക്ക്. പിന്നെ അവിടെ ഉണ്ട് ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ അപ്പുറം അവിടെ ഉണ്ട് എന്തൊക്കെയോ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കൊല്ലം നമ്മള് വരുമ്പോഴേക്ക് ഒക്കെ കുറേയേറെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവൂലേ. അങ്ങോട്ട് കയറാൻ പറ്റില്ല. പറ്റൂലേ? പൊടി വാർന്നുണ്ടല്ലോ. ഇതിലല്ല അതൊക്കെ ഇതുണ്ടോ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അറിയാലേ ഓരോന്ന് എന്തൊക്കെയാ സംഭവങ്ങൾ എന്നൊക്കെ. അവര് കൊറേ പേര് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. കൊറേ പറയുന്നുണ്ട്. ഹോസ്പിറ്റലൊക്കെ പറഞ്ഞോ? കോളേജൊക്കെ പറഞ്ഞല്ലേ. കമ്പി കാലേ കുത്തി. പിന്നെ കൺവെൻഷൻ സെന്ററിന്റെ കോമ്പൗണ്ടിൽ തന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഇതിലാ വരുന്നത്. പാട്ടും പാടി ഇങ്ങനെ നടക്കാണ്. കണ്ടില്ലേ പോണ പോക്കുണ്ടോ? ആ റോട്ടുമെന്ന് ഇറങ്ങി നടന്നേരും.
അപ്പൊ പോണ വഴിയൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ വീടുകളുണ്ട്. ഇവിടൊക്കെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് അല്ലേ? അല്ലേ? അതന്നെ. എത്താനായി കാണോ? പോയോക്കാ. പണ്ടിയാല മുക്കെത്തി നമ്മള്. ആ റോഡിനാണ്. അവിടെ അങ്ങ് കാണണേ. പണ്ടിയാലല്ല, പാണ്ഡ്യാല. പാണ്ഡ്യാല. ഇങ്ങോട്ട് വാ, പോയോക്ക നമുക്ക്. ഇതാക്കണ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സംഭവങ്ങൾ എന്തൊക്കെയാന്ന്. അതിന്റെ അത് IAS അക്കാദമി, ക്യാൻറ്റീൻ, ITI, KIHM, ഗസ്റ്റ് ഹൗസ്, പോളി, പിന്നെ ഓഡിറ്റോറിയം, IHRD, ഓഡിറ്റോറിയം, പോളി, ഇങ്ങനെ സംഭവങ്ങളൊക്കെ അതാണ്. അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 1-2 കൊല്ലം കൊണ്ട് അതിന്റെ പണി മൊത്തം കഴിഞ്ഞാൽ നമുക്ക് കാണാട്ടോ. അടുത്ത കൊല്ലം നമ്മള് അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്ക് എന്തായാലും പ്രൊജക്ട് നെയിമും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങള്. പെട്ടെന്ന് നടക്കണുണ്ടല്ലോ വർക്ക്. കൺസ്ട്രക്ഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഹബ് പിണറായി കണ്ണൂർ. ക്രെയിൻ കൊണ്ടുപോകും. എന്തിന്റെ ചില്ല് പൊടിഞ്ഞ്. ഇത് ഫ്ലാഗ് ആണ് പൂ പറിച്ചിട്ടേ. ഫ്ലാഗും പിടിച്ചിങ്ങനെ നടക്കുന്നില്ലേ. മൊത്തത്തിൽ ഇങ്ങനെ വർക്ക് നടക്കണോണ്ട് ഇങ്ങനെ പൊടി ഇങ്ങനെ പാറുന്നുണ്ട് കേട്ടോ. തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇതിന്റെ വർക്കുകളെല്ലാം. 1 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. അവിടെ ഫുള്ള് മണ്ണെല്ലാം മാറ്റി ഭയങ്കര വർക്ക് ഇതായി എന്താ പറയാ, തിരക്ക് പിടിച്ച വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പൊ നമ്മളെ മന്ത്രിന്റെ വീടൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ നടന്നിങ്ങനെ വരിക കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, അവിടെ അല്ല. കാരണം അവിടെ പോലീസുകാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ വീഡിയോ എടുക്കണില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റില്ല, സുരക്ഷാ കാരണം വീട് കണ്ടു പോകുന്നില്ല. അതെ. പിന്നെ ഏതായി എങ്ങോട്ട് നോക്ക്. ഇവിടുന്ന് അങ്ങട്ടെ വേറെ പഞ്ചായത്താണ്, വേങ്ങാട് ഗ്രാമപഞ്ചായത്ത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വേങ്ങാടാണ് അല്ലേ? നമുക്കേ വേറെ സ്ഥലം കൂടി ഉണ്ട്, അവിടെ കൂടി കാണാൻ പോവാം. അന്ന് കാണാൻ പോവാം. അപ്പൊ അങ്ങനെ നമ്മള് CM-ന്റെ വീടൊക്കെ കണ്ടില്ലേ, ഭയങ്കര ആഗ്രഹിച്ചു വന്ന സംഭവം കണ്ട് നമ്മള്. വലിയ വീട് അല്ലേ? വലിയ വീട്. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അതിനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ പേരും അഡ്രസ്സൊക്കെ എഴുതി വാങ്ങും ചെയ്യും. പേരും അഡ്രസ്സൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. നമ്മൾ എഴുതി കൊടുത്തു, നമ്പറൊക്കെ എഴുതി വെച്ചിട്ട് പോന്നു. പിന്നെ വേറെ ചോറയൊന്നുമില്ല അല്ലേ? ഇല്ലേട്ടായേ, വേറെ ചോറയൊന്നുമില്ല. നമ്മള് ഇന്ന ആൾക്കാർ ഓരോരുത്തർ വരുമ്പേ അങ്ങനെ എഴുതി മേടിക്കണത്. അപ്പൊ നമ്മളെ അവിടെ വേറെന്തോ ഒരു സംഭവം. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ ഞങ്ങളെ നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാട്ടോ. കാരണം നമ്മളിപ്പോ കൊറേ ദൂരം നടന്നു. ഇനി നമുക്ക് ഇനി വേറെ സൈറ്റിക്ക് ഇനി പോകാണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ. ബൈ.